Now the question is, why are more voters being added in 5 months after the Lok Sabha election than are being added in 5 years prior? Who are these 39 lakh people? മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുരുതരമായ ക്രമക്കേട് നടന്നു എന്ന ആരോപണം തെളിവുകൾ സഹിതം സഖ്യകക്ഷി നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ അവരുടെ പ്രധാനപ്പെട്ട 2 സഖ്യകക്ഷി നേതാക്കളോടൊപ്പമാണ് ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും സഖ്യകക്ഷികളും വലിയ വിജയം സ്വന്തമാക്കിയ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുരുതരമായ ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ്. 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളും ഒരാവശ്യവുമാണ് ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നേതാവ് സഞ്ജയ് റാവത്തും NCP ശരത് പവാർ വിഭാഗം നേതാവ് സുപ്രിയ സൂലെയും പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം സ്ക്രീനിൽ കണക്കുകൾ സഹിതം നിരത്തി രാഹുൽ ഗാന്ധി ഈ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ 5 മാസത്തിനിടെ, അതായത് കോൺഗ്രസും സഖ്യകക്ഷികളും വലിയ വിജയം നേടിയ മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമിടെ 39 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നു വോട്ടർ പട്ടികയിൽ എന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി എടുത്തു പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനിടെ, അതായത് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ 5 വർഷത്തിനിടെ ചേർത്തത് വെറും 32 ലക്ഷം പുതിയ വോട്ടർമാരെയാണ്. പക്ഷേ ഈ 5 മാസത്തിനിടെ BJP പരാജയം നുണഞ്ഞ 5 മാസത്തിനിടെ മാത്രം 39 ലക്ഷം പുതിയ വോട്ടർമാർ, അത് ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ മൊത്തം ജനസംഖ്യയുടെ അത്ര തന്നെ വരുന്ന വോട്ടർമാരെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, കേന്ദ്ര കുടുംബ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയുടെ മൊത്തം അഡൾട്ട് പോപ്പുലേഷൻ അഥവാ പ്രായപൂർത്തിയായവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 9.54 കോടിയാണ്. അതേസമയം മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രകാരം മഹാരാഷ്ട്രയിലെ മുഴുവൻ വോട്ടർമാരുടെ എണ്ണം 9.7 കോടിയാണ്. എങ്ങനെയാണ് ഒരേ സമയം ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുക എന്നൊരു ഗുരുതരമായ ആക്ഷേപം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു നിയമസഭാ മണ്ഡലത്തിന്റെ ഉദാഹരണവും രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്നു. അത് കമത്തി എന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെതാണ്. ആ മണ്ഡലത്തിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ കഴിഞ്ഞ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വോട്ട് 1.36 ലക്ഷമാണ്. അതേസമയം നിയമസഭ എത്തിയപ്പോൾ അത് അല്പം കുറഞ്ഞ് 1.34 ലക്ഷമായി മാറി. എന്നാൽ BJPക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് വർധന ഈ കാലത്ത് ഉണ്ടായിരിക്കുന്നത്. 1.19 ലക്ഷം വോട്ട് മാത്രം ലോക്സഭയിൽ നേടാനായ BJP നിയമസഭ എത്തിയപ്പോൾ 1.75 ലക്ഷം വോട്ട് നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈ മണ്ഡലത്തിൽ 35,000 പുതിയ വോട്ടർമാരെയാണ് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ 35,000 പുതുതായി ചേർക്കപ്പെട്ട വോട്ടർമാരും ആകത്തുകയായി BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഈ മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ ബോംബെ ഹൈക്കോടതിയിൽ നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട പരിഗണനയിലാണ്. മഹാരാഷ്ട്രയിലെ 79ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതലോ കുറവോ വോട്ട് എണ്ണിയിട്ടുണ്ട് എന്ന ആരോപണവും ആ ഹർജികളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ നിരന്തരമായി അവഗണിക്കുന്ന ഒരു ആവശ്യം രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വീണ്ടും ഉന്നയിക്കുകയുണ്ടായി. അത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മഹാരാഷ്ട്രയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും വെവ്വേറെ വോട്ടർ പട്ടിക, അതും ഫോട്ടോയും അഡ്രസ്സും എല്ലാം അടങ്ങുന്ന വോട്ടർ പട്ടിക തങ്ങൾക്ക് ലഭ്യമാക്കണം എന്ന ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ 39 ലക്ഷം പുതിയ വോട്ടർമാർ എവിടെ നിന്ന് വന്നു,
ആരാണ് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എന്തായാലും ഇത് കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലെ മാത്രം ഒരു പ്രതിഭാസമല്ല. NCPയും ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗവും ഒക്കെ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഈ വോട്ടർ തിരിമറി അവർക്ക് കാണാൻ സാധിക്കും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ വോട്ടർ തിരിമറി മറ്റൊരു രൂപത്തിൽ ആരോപിച്ച് രംഗത്ത് വന്ന വ്യക്തി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകാല പ്രഭാകർ ആയിരുന്നു. പരകാല പ്രഭാകർ അന്ന് പങ്കുവച്ച 2 ട്വീറ്റുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ട്വീറ്റുകളിൽ അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിൽ ഒരു മാജിക് നടന്നു എന്നാണ്. ആ മാജിക് എങ്ങനെയെന്ന കണക്കിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 5 മണിക്ക് പോളിംഗ് നടന്ന 20-ാം തീയതി 5 മണിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം 58.22 ആണ്. 11:30-ക്കുള്ള കണക്കുകൾ പ്രകാരം അത് 65.02 വർദ്ധിക്കുന്നു. കൗണ്ടിങ്ങിന് തൊട്ട് മുമ്പ് വീണ്ടും അത് 66.05 വർദ്ധിക്കുന്നു. അതായത് ആകെ മൊത്തം 7.83% വർധന 5 മണിക്കും കൗണ്ടിങ്ങിന് മുൻപുമായി സംഭവിക്കുന്നു. എന്നാൽ ഇതേ ദിവസം തെരഞ്ഞെടുപ്പ് ജാർഖണ്ഡിലെ കണക്കുകളും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. 20-ാം തീയതി തന്നെയായിരുന്നു അവിടെയും തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷെ അവിടെ 5 മണിക്കും 11:30-ക്കും ഇടയിലുള്ള വോട്ടർ ശതമാനത്തിലെ വർധനവ് വെറും 1.79%. ജാർഖണ്ഡിൽ BJP വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയപ്പോൾ ഈ വോട്ടർ കണക്കിലെ അത്ഭുതം നടന്ന മഹാരാഷ്ട്രയിൽ മാത്രമാണ് BJPയും സഖ്യകക്ഷികളും വലിയ വിജയം സ്വന്തമാക്കിയത് എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല. ധനമന്ത്രിയുടെ ഭർത്താവ് തന്നെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും അത് വാർത്തയാക്കാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും പ്രതിപക്ഷം ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഇനി കോടതിയിലടക്കം ഈ വിഷയങ്ങൾ വലിയ തീപ്പൊരി പ്രശ്നമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്.